വരവ് ഡയറക്ടർ none other than ഷാജി കൈലാസ്. ആരാധകരെ കണ്ട. പിന്നെ ഇത് എഴുതിയിരിക്കുന്നത് AK സജനാണ്. AK സജൻ അറിയാലോ? പിന്നെ ആരാ? അപ്പോൾ ഈ ഒരു സിനിമ, അതായത് ഷാജി കൈലാസ് AK സജനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ധ്രുവം പോലുള്ളൊരു സിനിമ. എന്തോ ഒരു കെണിയാണല്ലോ ഇത്. പക്ഷെ എഴുതി വന്നപ്പോ ഒരു ഇമോഷൻസും ഒക്കാത്ത എന്തൊക്കെയോ കാട്ടിക്കൂട്ടിട്ടുള്ള ഒരു അപരാധ സിനിമ. അന്യ അപരാധം. ഷാജി കൈലാസിന്റെ കൈയൊരു ഫോൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. കാരണം ബാലേട്ടന്റെ മാനസികാവസ്ഥക്ക് എന്തോ പ്രശ്നമുണ്ടോ? അത് തന്നെയാ വേറൊരു ഭാഷയിൽ ഞാൻ പറഞ്ഞത് ഭ്രാന്താണെന്ന്. ഈ ചെക്കൻ എനിക്ക് നേരത്തെ ഇഷ്ടമല്ലാട്ടോ. 90s ഇദ്ദേഹത്തിന്റെ സിനിമ കണ്ട എന്റെ മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകരാണ് ഷാജി കൈലാസ്. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ട് അന്തം വിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മേക്കിംഗ് ഷോർട്സ്, ഷോർട്ട് ഡിവിഷൻസ്, അപ്പൊ അത്ര വിഷമുള്ള ജാതി അല്ല അദ്ദേഹം യൂസ് ചെയ്യുന്ന നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില പരിപാടികള്. പക്ഷെ ഇതില് FPV ഡ്രോണൊക്കെ പറത്തോ. അത് ശരി, വഴി കുത്തിരിക്കാൻ പോവാൻ പറ്റി. എനിക്ക് തോന്നുന്ന ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഏതോ പയ്യനെ പിടിച്ച് ചെയ്യിപ്പിച്ചാന്ന് തോന്നുന്നു. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. എത്തൊരു ഉറപ്പിക്കലും മടിപ്പിക്കലുമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഡ്രോൺസ് ചുമ്മാ വഴിതെറ്റൊക്കെ പറക്കുക. ഊതടാ ഊത്, അടുപ്പിൽ ഊതനവന്റെ ആസ്ത്രത്തിൽ തന്നെ ഊത്, ഒറ്റെണ്ണം നേരെയാവില്ല. അതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷമീർ മുഹമ്മദ് ആണ് എഡിറ്റർ. എന്ത് പറ്റിയോ അദ്ദേഹത്തിന്. അത് ഇതിനകത്ത് വന്നപ്പോഴേക്ക് പൊന്തക്കാട്ടിലും കുറ്റിക്കാട്ടിലും പുല്ലിനിടയിലൊക്കെ കിടന്നിട്ടാണ് എസ് ശരവണൻ പിടിക്കണത്, സാധനം പിടിക്കണം. കുഴപ്പങ്ങളെല്ലാം കണ്ടുപിടിച്ച് വിശദമായി എഴുതിയിട്ടുണ്ടല്ലോ. ഞാൻ നോക്കുമ്പോ ജോർജ് പാറപ്പുറത്തിരുന്നിട്ട് ഭയങ്കരമായിട്ട് ഒരു ഇമോഷണൽ ആയിട്ടുള്ള സീനാ. സിഗരറ്റ് ഒക്കെ വലിക്കുന്നത് തോന്നുന്നു. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. അപ്പൊ മുന്നിൽ പുല്ല്, ജോജുവിന്റെ ഫേസ് കാണുന്നില്ല. പിന്നെ എങ്ങനെയാണ് ജോജുവിന്റെ അഭിനയം നമുക്ക് കാണാൻ പറ്റുമോ? പുല്ല് വെച്ച് മറച്ചിടുന്നേ. അങ്ങനെ ഉടനീളത്തിൽ കുറെ പരിപാടി ഉണ്ട്. അങ്ങനെ പുല്ലും ചെടിയിലും വെച്ചിട്ട് സീൻ മറച്ചിടയാ. നമുക്ക് കാണാൻ പറ്റുന്നില്ല. പുല്ല് കാണാൻ വേണ്ടിയിട്ടാണ് സിനിമ. ശരി, അത് ശരിയാക്കി എടുക്കാം. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. ഭൂമി കുര്യന്റെ മുഖം കാണുന്നില്ല. കാരണം എന്താ, അപ്പുറത്തൊരു ഇലയുണ്ട് മരത്തിന്റെ മുകളിൽ, അതിന്റെ ഷേഡ് വന്നിട്ട്. ചിലപ്പോ ഈസ്തെറ്റിക്കല് ചെയ്താണോന്ന് അറിയില്ല. ഭയങ്കരമായ ആള്. വെറും ഭയങ്കരനല്ല, ഭയങ്കരമായ ആള്. ഞാൻ പറഞ്ഞു വന്നത് ടെക്നിക്കലി വെരി ബാഡ്. ഇവർ എന്തൊക്കെയോ ജഗപുക കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല. പോകുമ്പോനെ ചിലത് പാളിപ്പോയി കഴിഞ്ഞാൽ അത് നമ്മൾ ക്ഷമിക്കൂ. ക്ഷമിക്കാൻ പറ്റില്ല അവൻ എന്ന് പറയരുത്. ഒന്ന് ക്ഷമിച്ചേക്കൂ. എനിക്കണ്ടോ ഞാൻ ഒരുപാട് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവരുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, ഈ നമ്മുടെ റിവ്യൂവേഴ്സിൻ്റെ അടുത്ത് ഒരു ഗംഭീര സ്ക്രിപ്റ്റ് എനിക്ക് തരൂ, ഞാൻ മനോഹരമാക്കാൻ ശ്രമിക്കാം. ഈ കിട്ടുന്ന സ്ക്രിപ്റ്റ് ഒന്നും ശരിയാവുന്നില്ല നിങ്ങൾ പറയുന്നു. ദൈവത്തോർത്ത് ഞാൻ പറയുന്ന ഒരു ഗംഭീര സ്ക്രിപ്റ്റ് എനിക്ക് തരൂ, ഞാനത് ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ എനിക്കത് അതിനുവേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. അതിഗംഭീരമായിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിക്കണം. ആ സ്ക്രിപ്റ്റ് ഞാൻ കണ്ടു കേട്ടോ, ഓ ഇത് തകർക്കണമല്ലോ എന്ന് പറഞ്ഞു. എല്ലാരും വിളിച്ചു.